തൊഴിൽ വിദ്യാഭ്യാസ വാർത്തയിലേക്ക് സ്വാഗതം. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി രണ്ടാം അലോട്ട്മെന്റ് 22 മുതൽ. ഹയർ സെക്കൻഡറി വിഭാഗം NSQF അധിഷ്ഠിത കോഴ്സുകളിലേക്കുള്ള രണ്ടാം അലോട്ട്മെന്റ് 22 മുതൽ ലഭ്യമാക്കും. രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫോൺ നമ്പറും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്ത് ലിങ്കിലൂടെ അപേക്ഷകർക്ക് അലോട്ട്മെന്റ് വിവരങ്ങൾ മനസ്സിലാക്കുന്നതിനും അലോട്ട്മെന്റ് സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതിനും കഴിയും. രണ്ടാം അലോട്ട്മെന്റിന്റെ അടിസ്ഥാനത്തിൽ 23-ന് വൈകിട്ട് 4 വരെ അലോട്ട്മെന്റ് ലഭിച്ചിട്ടുള്ള സ്കൂളുകളിൽ പ്രവേശനം നേടാം. ഒന്നാം ഓപ്ഷനിൽ അലോട്ട്മെന്റ് ലഭിച്ചവർക്ക് സ്ഥിരം പ്രവേശനമാണ് ലഭിക്കുക. ഇവർക്ക് താൽക്കാലിക പ്രവേശനം അനുവദനീയമല്ല. താഴ്ന്ന ഓപ്ഷനിലാണ് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുള്ളതെങ്കിൽ ഉയർന്ന ഓപ്ഷനിൽ അലോട്ട്മെന്റ് ലഭിക്കാൻ കാത്തിരിക്കുന്നതിനായി താൽക്കാലിക പ്രവേശനം നേടാം. ഒന്നാം അലോട്ട്മെന്റിൽ താൽക്കാലിക പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് രണ്ടാം അലോട്ട്മെന്റിൽ മറ്റൊരു സ്കൂളിലോ അതേ സ്കൂളിലെ മറ്റൊരു കോഴ്സിലോ ആണ് അലോട്ട്മെന്റ് ലഭിക്കുന്നതെങ്കിൽ സ്കൂളിലെത്തി സ്ഥിര താൽക്കാലിക പ്രവേശനത്തിലുള്ള മുഴുവൻ നടപടികളും പൂർത്തീകരിക്കാൻ. കൂടുതൽ വിവരങ്ങൾക്ക് സൈറ്റ് സന്ദർശിക്കുക. CBSE 12ാം ക്ലാസ് പുനർമൂല്യനിർണയ ഫലം പ്രഖ്യാപിച്ചു. CBSE 12ാം ക്ലാസ് പുനർമൂല്യനിർണയ ഫലം പ്രഖ്യാപിച്ചു. ഉത്തരക്കടലാസുകളുടെ വെരിഫിക്കേഷൻ, റീവാല്യൂഷൻ എന്നിവയ്ക്ക് അപേക്ഷിച്ചവരുടെ ഫലമാണ് പ്രസിദ്ധീകരിച്ചത്. എല്ലാ അപേക്ഷകളും ശ്രദ്ധാപൂർവം പ്രോസസ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഘട്ടം ഘട്ടമായാണ് ഫലം പ്രഖ്യാപിക്കുന്നതെന്ന് CBSE അറിയിച്ചു. ലഭിച്ച അപേക്ഷകളിൽ 87% ഫലമാണ് പ്രഖ്യാപിച്ചത്. ബാക്കിയുള്ള അപേക്ഷകളുടെ ഫലം ഉടൻ പ്രഖ്യാപിക്കുമെന്നും മുഴുവൻ നടപടിക്രമങ്ങളും ഉടൻ പൂർത്തിയാക്കുമെന്നും CBSE അറിയിച്ചു. CBSEയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് മുഖേന വിദ്യാർത്ഥികൾക്ക് ഫലം പരിശോധിക്കാം. BSNL ടെലികോം ഓഫീസർ തസ്തികയിൽ 100 ഒഴിവ്. സ്ഥിരം കരാർ നിയമനം. കേരളത്തിൽ 15 ഒഴിവുകളുണ്ട്. രാജ്യത്തെ വിവിധ ടെലികോം സർക്കിളുകളിലായാണ് അവസരം. ജൂനിയർ ടെലികോം ഓഫീസർ. ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡിൽ ജൂനിയർ ടെലികോം ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 100 ഒഴിവുകളിലേക്കുള്ള രാജ്യത്തെ വിവിധ ടെലികോം സർക്കിളുകളിലാണ് അവസരം. നേരിട്ടുള്ള നിയമനം. കേരളത്തിൽ 15 ഒഴിവുകളുണ്ട്. ജൂൺ 4 മുതൽ ജൂലൈ 3 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. പ്രായം 20-30. ശമ്പളം 16,400 മുതൽ 40,500 വരെ. ജനറൽ മാനേജർ. ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡിലെ ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് സ്കീം ജനറൽ മാനേജറുടെ 15 ഒഴിവ്. കരാർ നിയമനം. ഓൺലൈനായി അപേക്ഷിക്കാം. പ്രായപരിധി 50. ശമ്പളം 2,25,000. അപേക്ഷ അയക്കുന്നതിനെ സംബന്ധിച്ചുള്ള വിശദവിവരങ്ങൾ സൈറ്റ് സന്ദർശിക്കുക. കേന്ദ്ര സർക്കാർ ജോലിയാണോ ലക്ഷ്യം? ഇതാ വിവിധ തസ്തികകളിൽ 538 ഒഴിവുകൾ. കേന്ദ്ര സർക്കാർ ജോലി സ്വപ്നമെങ്കിൽ ഇതാ നിങ്ങൾക്ക് മികച്ച അവസരം. ഉടൻ അപേക്ഷ സമർപ്പിച്ചോളൂ. ജോലി ഉറപ്പാണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ 538 സ്ഥിരം തസ്തികകളിൽ നിയമനം നടത്താനുള്ള വിജ്ഞാപനം പുറത്തിറക്കി. സിവിൽ ഏവിയേഷൻ, പ്രതിരോധം, കൃഷി, ഫോറൻസിക് സയൻസ്, നിയമം, വിദ്യാഭ്യാസം, ഇൻഫർമേഷൻ ടെക്നോളജി തുടങ്ങിയ 30-ലധികം വകുപ്പുകളിലായാണ് നിയമനം നടക്കുന്നത്. ബിരുദം മുതൽ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂലൈ 3. 30 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള പ്രായപരിധി. സംവരണ വിഭാഗങ്ങൾക്ക് ഇളവുണ്ട്. ഓരോ തസ്തികയും വ്യത്യസ്ത വിദ്യാഭ്യാസ യോഗ്യതയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ബിരുദം, BE, BTech, MSc, MCA, ML, LLB, BEd, PhD, എഞ്ചിനീയറിംഗ് ബിരുദാനന്തര ബിരുദം തുടങ്ങിയ യോഗ്യതയുള്ളവർക്ക് വിവിധ തസ്തികകളിലേക്ക് അപേക്ഷിക്കാം. കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, സിവിൽ എഞ്ചിനീയറിംഗ്, ജിയോളജി, കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, ഇക്കണോമിക്സ്, നിയമം, വിദ്യാഭ്യാസം തുടങ്ങിയ നിരവധി വിഷയങ്ങളിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അവസരമുണ്ട്. ഇംഗ്ലീഷിലും മലയാളത്തിലും നന്നായി എഴുതാൻ കഴിയുമോ? മാസം 30,000 രൂപ വരെ ശമ്പളം നേടാം. ഇംഗ്ലീഷിലും മലയാളത്തിലും നന്നായി എഴുതാൻ കഴിയുന്നവർക്ക് മികച്ച അവസരം കണ്ടെത്തി കേരള സർക്കാർ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഒന്നിലേക്കാണ്
കണ്ടന്റ് ഡെവലപ്പർ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. 1 വർഷത്തേക്ക് കരാർ നിയമനം. സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് മുഖേനയാണ് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത്. അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ബിരുദവും ജേർണലിസം പബ്ലിക് റിലേഷൻസ് മാസ് കമ്മ്യൂണിക്കേഷനിൽ ഡിപ്ലോമയുമാണ് അടിസ്ഥാന യോഗ്യത. MS ഓഫീസ് ഉൾപ്പെടെയുള്ള കമ്പ്യൂട്ടർ പരിജ്ഞാനവും നിർബന്ധമാണ്. പ്രിന്റ് മീഡിയ, വിഷ്വൽ മീഡിയ, സോഷ്യൽ മീഡിയ, വാർത്താ ഏജൻസികൾ, സർക്കാർ വകുപ്പുകൾ, സർക്കാർ ഏജൻസികൾ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ കണ്ടന്റ് ഡെവലപ്പർ അല്ലെങ്കിൽ റൈറ്ററായി കുറഞ്ഞത് 2 വർഷം പ്രവൃത്തി പരിചയമുണ്ടായിരിക്കണം. ശമ്പളം ആകെ ഒഴിവുള്ളത് 40 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. തെരഞ്ഞെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് 30,000 രൂപ ശമ്പളമായി ലഭിക്കും. യോഗ്യരായവർ CMDയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രവേശിച്ച് ഓൺലൈനായി അപേക്ഷിക്കേണ്ടതാണ്. ജൂൺ 24 വൈകിട്ട് 5 മണി വരെ അപേക്ഷിക്കാൻ അവസരമുണ്ട്.